ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഇവിടെ ഈദ് ഹോളിഡേയ്സ് ഡേ 2 ആണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഓൾറെഡി മറ്റേ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും, ഞങ്ങളുടെ ഒരു പാളിപ്പോയ ഒരു കോർഫക്കാൻ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുൾ പ്ലാൻ ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആവും ആൻഡ് ഇതൊരു സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് ബേസിക്കലി അബൌട്ട് ടേക്ക് മൈ ഡാഡ് ഔട്ട് ഫോർ ഷോപ്പിംഗ്. അച്ഛൻ്റെ കാശ് കൊണ്ട് അച്ഛൻ എന്തെങ്കിലും സാധനം മേടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നു. അതാണ് ഇന്നത്തെ ഒരു മെയിനായിട്ടുള്ളൊരു തീം. അപ്പോൾ നമ്മൾ ഇന്ന് ഔട്ട്ലെറ്റ് മോളിലാണ് പോകാൻ പോകുന്നത്, ഇവിടെ ദുബായിലുള്ളത്. അപ്പോൾ ഉച്ച സമയമായി. അപ്പോൾ ഇന്നലത്തെ ആ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ, ഭയങ്കര ചൂടുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ആക്ടിവിറ്റീസ് എല്ലാം ഇൻഡോർ പരിപാടികളാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വീട്ടിലുള്ള കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്കിനി ഷോപ്പിങ്ങിന് പോവാം, ഫുഡ് അടിക്കാം. ഒരു മൂവി ഡേറ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. അപ്പോൾ സമയമൊക്കെ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് മൂവിക്കും കൂടി പോയിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കഴിഞ്ഞ ദിവസത്തെ ഫ്ലോ പ്ലാനിൻ്റെ കാരണം ആദ്യം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേൻ്റെ പ്ലാനിങ് മൊത്തം എൻ്റെ ചുമതലയായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അച്ഛനെയും കൂട്ടിയിട്ട് ഔട്ട്ലെറ്റ് മോളിലേക്ക് പോകാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛൻ 1-2 ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഔട്ട്ലെറ്റ് മോളിൽ നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് കുറേ സാധനം കിട്ടും. അപ്പോൾ ഇവിടെ പോകുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് കൈ നിറയെ സാധനം വാങ്ങാം, അത്യാവശ്യം കുറച്ച് പൈസയേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പം ഔട്ട്ലെറ്റ് മോളിലെത്തി. ഞാനും ആദ്യം ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. 1-2 തവണേക്കാളും കൂടുതൽ വന്നിട്ടുണ്ടാവും ചിലപ്പം. ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഷൂസ് മേടിക്കാനാണ് വരാറ്, കാരണം ഇവിടെ എപ്പോഴും ബ്രാൻഡഡ് ഷൂസിന് ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് അച്ഛന് കുറച്ച് ഷൂസ്, ഷർട്ട്സ്, അങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു ഷോപ്പിൽ കയറി, സക്കൂറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അച്ഛന് കുറച്ച് ഫുൾ സ്ലീവ് ഷർട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛനിങ്ങനെ ഓരോ ഷർട്ട് എടുത്ത് ട്രൈ ചെയ്യിപ്പിക്കുകയായിരുന്നു. അച്ഛൻ അവിടെ ട്രയൽ റൂമിൽ ഷർട്ട് ട്രൈ ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ അച്ഛന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഷർട്ട്സ് ഏതൊക്കെയാണ് ട്രൈ ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇവിടെ നല്ല ഓഫറായിരുന്നു ഉണ്ടായിരുന്നത്. യൂഷ്വലി നിങ്ങൾക്കറിയാം സക്കൂർ ബ്രാൻഡ് അത്യാവശ്യം ഒരു എക്സ്പെൻസീവ് സൈഡിലായിരുന്നു. പക്ഷേ ഇവിടെ ഇന്നെന്തോ ഒരു 3 ഷർട്ട്സ് അറൗണ്ട് 300 അങ്ങനത്തെ എന്തോ ഒരു ഓഫർ നടക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ 1-2 ഷർട്ട്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. പക്ഷേ ട്രൈ ചെയ്ത ഷർട്ട്സ് ഒന്നും ചിലത് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫിറ്റിങ് പ്രോപ്പർ അല്ല. പിന്നെ ഫിറ്റിങ് പ്രോപ്പർ അല്ലാത്ത ഷർട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആകെ മൊത്തം ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ആയിരുന്നു അവിടെ നിന്ന്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 3-4 ടൈപ്പ് ഓഫ് ഷർട്ട്സ് ട്രൈ ചെയ്തു. പക്ഷേ നമുക്ക് അങ്ങനെ എന്താ പറയുക, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഇങ്ങനെ എടുക്കണം എന്നുള്ള ആ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സക്കൂറിൽ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. ഈ പറഞ്ഞ കണക്കിന് അവിടുത്തെ ഫിറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ഡ്രസ് പാറ്റേൺ ആയാലും നമുക്ക് അത്ര അങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടോമി ഹിൽഫിഗറിൽ കയറാമെന്ന് വിചാരിച്ചു. അവിടെ ഈ പറയുന്ന പോലെ തന്നെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നോക്കിയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ പോയി. അപ്പോൾ നോക്കുമ്പോൾ അവിടെ അച്ഛൻ 1-2 ഫുൾ സ്ലീവ് ഷർട്ട്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ ട്രൈ ചെയ്യാൻ പോയി. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അച്ഛൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ ഫിറ്റിങ്ങിൽ വരുന്ന വേറെ പാറ്റേണിലോ കളറിലോ ഉള്ള ഷർട്ട് നമ്മളിങ്ങനെ അച്ഛന് വേണ്ടി തപ്പുമായിരുന്നു. അപ്പോൾ 1-2 ഷർട്ട് നമുക്ക് അച്ഛന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു. അപ്പോൾ അച്ഛന് ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾക്ക് ഈ ഒരു ഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വല്ലൊരു ഹവായൻ തീമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബീച്ച് പാർട്ടി വൈബുള്ളൊരു ഷർട്ട്. ഇത് എവിടെ പോയിട്ടിടും അല്ലെങ്കിൽ എപ്പോൾ ഇടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആദ്യം ഈ ഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതോ സിനിമയിൽ പറയുന്ന പോലെ കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു, കട്ടില ഗോപാലൻ. അതായിരുന്നു ആദ്യയുടെ അവസ്ഥ. കൊല്ലത്തിൽ 1-2 തവണ മാത്രമേ അച്ഛൻ ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിന് പോകാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് അച്ഛന് വേണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ കറക്റ്റായിട്ട് എടുത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഹാപ്പി, അപ്പം നമ്മളും ഹാപ്പി. അപ്പം നമ്മളങ്ങനെ ടോമി ഹിൽഫിഗറിന് ഇറങ്ങി. അപ്പോൾ നെക്സ്റ്റ് അച്ഛന് ഷൂസ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ തന്നെ കുറേ ഷൂസിൻ്റെ സ്റ്റോഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് അവിടെ നോക്കാമെന്ന് വിചാരിച്ചു. അച്ഛന് ലേസ് ഷൂസിനെക്കാളും ഇഷ്ടം സ്ലിപ്പ് ഓൺ ഷൂസാണ്. ആദ്യം നമ്മൾ നൈക്കി, ആഡിഡാസ്, അണ്ടർ ആർമർ അങ്ങനത്തെ കുറച്ച് സ്റ്റോഴ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒന്നും നമുക്കത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലിപ്പ് ഓൺ ഷൂസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ലാസ്റ്റ് സ്കെച്ചേഴ്സിൽ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കെച്ചേഴ്സിൽ കുറേ ന്യൂ ഡിസൈൻസിലും ന്യൂ പാറ്റേൺസിലും ഒക്കെ ഷൂസ് ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്ക് അച്ഛൻ ഈ ഒരു റെഡ് കളറിലുള്ള ഷൂസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇങ്ങനെ അച്ഛനെ അതാണ് നല്ലത് ഇങ്ങനെ പേഴ്സുവേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛന് വേണ്ട ഷൂസ് ഏതാണെന്ന് അച്ഛന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്കെച്ചേഴ്സിൽ നിന്ന് അച്ഛന് ഇഷ്ടപ്പെട്ട ബ്ലാക്ക് ഷൂസും എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.
സമയം ഏകദേശം 2:30 ആയി. അപ്പോൾ നല്ലപോലെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ വരുമ്പം ഇത്രയും തിരക്കുണ്ടായില്ല, പക്ഷേ ഇന്ന് ഇതിൻ്റെ തിരക്കായതുകൊണ്ടാണ് ഫുൾ പാക്ഡ് ആയിരുന്നു ഫുഡ് കോർട്ട്. അപ്പോൾ അച്ഛനും ഞാനും ഈ ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമോൻ എന്നത്തെ പോലെ വെറൈറ്റി ആയിട്ട് സബ്വേ കഴിച്ചു. നമ്മൾ മെയിനായിട്ട് വന്ന ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വേറെ ഷോപ്പിലൊക്കെ ഇങ്ങനെ കയറി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പെർഫ്യൂം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം 1-2 സ്റ്റോഴ്സിലൊക്കെ കയറി, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ കയറിയൊരു ഷോപ്പായിരുന്നു ഈ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്. ഇവിടെ അങ്ങനെ വലിയ ബ്രാൻഡ്സൊന്നും അങ്ങനെ അവൈലബിൾ ആയിരുന്നില്ല. 1-2 ബിഗ് ബ്രാൻഡ്സിലുള്ള പെർഫ്യൂംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്തുള്ളൊരു പെർഫ്യൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കാണാനും ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എനിക്കത് മേടിച്ചു തന്നു. മൊസ്കിനോ എന്ന് പറയുന്ന ബ്രാൻഡിൽ ടോയ് 2 എന്ന് പറയുന്നൊരു ഫ്രേഗ്രൻ്റ് ആയിരുന്നു അച്ഛൻ എനിക്ക് മേടിച്ചു തന്നത്. ഇതിൻ്റെ പാക്കേജിങ് ആക്ച്വലി കാണാൻ ഭയങ്കര ക്യൂട്ട്. ഒരു ടെഡി ബെയറിൻ്റെ ഒരു ഷേപ്പാണ് ഇതിന്. ഇതിൻ്റെ ഫ്രേഗ്രൻസ് ആയിക്കഴിഞ്ഞാലും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ജാപ്പനീസ് ഫുഡ് വെയറിൻ്റെ ഒരു സ്റ്റോറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചെരുപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മടമ്പ് വേദനയൊക്കെ പോകുമെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. എത്രത്തോളം അത് ബെനിഫിറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ അച്ഛൻ യൂസ് ചെയ്തിട്ട് അതിന് വല്ല മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷൻ US പോളോയിലാണ്. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ 1-2 പാൻസ് നോക്കാനുണ്ടായിരുന്നു, പിന്നെ ബെൽറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് ശേഷം നമ്മളവിടെ കയറി. ഈ ഒരു സമയമായപ്പോഴേക്കും ആദിയുടെ ബാറ്ററി ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നടന്നിട്ട് ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ ഓരോ ഷർട്ടും പാൻറ്റും ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ പോകുമ്പം ആളവിടെ ഒരു മൂലയ്ക്ക് ഒരു സോഫയിലിരുന്ന് നമുക്ക് വീട്ടിൽ പോവാന്നുള്ള കരച്ചിലും കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ആദ്യയുടെ വേഴ്സ്റ്റ് നൈറ്റ് മെയറിന് അതിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അങ്ങനെ അച്ഛനും നമ്മൾ 1-2 പാൻറ്റൊക്കെ എടുത്തു. ഇന്ന് എനിക്കത്ര ഷോപ്പിങ്ങിൻ്റെ ഒരു മൂഡ് വന്നിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് 1-2 ഷർട്ട്സൊക്കെ ഇങ്ങനെ തപ്പുമായിരുന്നു. അച്ഛന് നമ്മൾ 1-2 ഷർട്ട്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഓൾറെഡി 4-5 ഷർട്ട് എടുത്തുകൊണ്ട് അച്ഛന് ഷർട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഷർട്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല. എനിക്ക് ലോകത്ത് ഒട്ടും മതിയാവാത്തതും മടുക്കാത്തതുമായിട്ടുള്ള ഒരേ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഷോപ്പിംഗ് ആണ്. അത് എനിക്ക് വേണ്ടിയിട്ട് എന്നില്ല, അപ്പോൾ വേറൊരാളുടെ കൂടെ അവർക്ക് വേണ്ടി ഷോപ്പിങ്ങിന് പോകാനും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അത് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. ആളുടെ ഡീമൺ സ്ലെയറോ അങ്ങനത്തെ ആൾ കാണുന്ന എന്തൊക്കെയോ ആനിം കാർട്ടൂൺസിൻ്റെ ഇതുപോലത്തെ ഈ ടോയ്സ് ഒക്കെ ഇല്ലേ, അതാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു ക്രേസ്. ആദ്യക്ക് ഈ കുട്ടി ഡൈകാസ്റ്റിൻ്റെ കാറും പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് ആദിയുടെ ഫേവറേറ്റ്. അങ്ങനെ മനസ്സ് നിറഞ്ഞൊരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു ഇന്ന്. പോരാത്തതിന് അച്ഛൻ്റെ നല്ല കാശും പൊടിച്ചൊരു ഷോപ്പിംഗ് ഡേ ആയിരുന്നു. അച്ഛന് വാങ്ങുന്ന കൂട്ടത്തിൽ മക്കൾക്കും എല്ലാവർക്കും വാങ്ങി. അച്ഛന് ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അപ്പോൾ അങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. റൗണ്ട് 1 ഷോപ്പിംഗ് കഴിഞ്ഞു. ഇന്നത്തെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് പ്ലാൻഡ് ഡേ ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല സ്മൂത്തായിട്ട് പോയി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഷോപ്പിംഗ് കഴിഞ്ഞു. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. അച്ഛൻ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തന്നു. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു പോയത്, പക്ഷേ എനിക്കൊരു മൂഡുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പെർഫ്യൂം മാത്രം മേടിച്ചു വന്നു. നടന്ന് ക്ഷീണിച്ചുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മൂവിക്ക് പോകുന്നില്ല എന്നായിരുന്നു വിചാരിച്ചത്. ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് എങ്ങാനും പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തായാലും ലീവല്ലേ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് നമ്മൾ വീണ്ടും മൂവിക്ക് പോകാമെന്നുള്ള ഡിസിഷനിൽ വന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ നെയ്ബേഴ്സും ഉണ്ട്. നെയ്ബേഴ്സ് എന്ന് പറയുമ്പം ആദിയുടെ പഴയ ഓഫീസിലെ കൊളീഗാണ് വികാസേട്ടൻ. അപ്പോൾ വികാസേട്ടൻ്റെ ഫാമിലിയും എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ മൂവിക്ക്. അപ്പം നമ്മൾ 11:35 എന്തോ ഷോനായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ വികാസേട്ടൻ്റെ ഫാമിലിയും നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ മൂവിക്ക് കയറി. ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടതിന് ശേഷമായിരുന്നു നമ്മൾ ഈ മൂവിക്ക് കയറാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. തലവൻ എന്ന് പറഞ്ഞുള്ള മൂവി അടിപൊളി മൂവിയാണ്, ഒരു നല്ലൊരു ത്രില്ലർ മൂവിയാണ്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചെത്തി. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കുട്ടി കഫറ്റീരിയ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും അവിടെ സ്റ്റോപ്പ് ചെയ്ത് ചായ കുടിച്ചു. സമയം 2:28. അപ്പോൾ നമ്മളിപ്പോഴും ഇങ്ങനെ പുറത്തിരുന്ന് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനം പറയായിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിങ് ആക്ച്വലി ഞാൻ എടുക്കാൻ മറന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഇന്നത്തെ വീഡിയോ ആക്ച്വലി അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ഓൾ ലൈക്ഡ് ഇറ്റ്.